ഗൈസ് ഒരു വിധത്തിലാണ് ഞാനിവിടെ കയറിയത്. ജോമൻ നമ്മുടെ തൊട്ട് താഴെ തന്നെ ഉണ്ട്. കഴിഞ്ഞ മരത്തിൽ എനിക്ക് എന്തായാലും കയറാൻ പറ്റിയില്ല, എന്നെക്കൊണ്ട് പറ്റുമില്ല. ജോമൻ തന്നെ ഒരു വിധത്തിലാണ് കയറിയത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ മരത്തിന് ഭയങ്കര തടി കൂടുതലാണ്, പിന്നെ അത്ര സേഫ് അല്ല, എന്നെക്കൊണ്ട് പറ്റൂല കയറാനായിട്ട്. പക്ഷേ ഈ മരത്തിന് തടി കുറവായതുകൊണ്ട് ഞാൻ അത്യാവശ്യം കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ കയറി പോകുന്നു. ജോമൻ താഴ്ത്തിപ്പുണ്ട്. ഹലോ ഗൈസ്, ട്രാൻസ്ഫോർമറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് വിവേക്. പിന്നെ നമ്മുടെ താഴത്ത് കാണാതെ ജോമൻ മച്ചാൻ. ഹായ് കാണിക്കണ്ട, നീ താഴത്തോട്ട് പോകും. കാക്കക്കൂട്, പിന്നെ മറ്റേ വേറെ പലതരം കിളികളുടെ കൂട്, അണ്ണാൻ്റെ കൂട്, ഇതൊക്കെ ട്രേസ് ചെയ്ത് നടക്കാനായിട്ട് കുറച്ച് നാളായി. അപ്പം സംഗതി എന്ന് പറഞ്ഞാൽ ഇത് നേരിട്ട് കാണാൻ പറ്റുമോ, മരത്തിൻ്റെ മേളിൽ കയറിയിട്ട് നേരിട്ട് കാണാൻ പറ്റുമല്ലോ. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അതുങ്ങളൊന്ന് കാണാൻ പറ്റുക, അതുങ്ങൾക്ക് എന്തെങ്കിലും വല്ല തീറ്റ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുക, ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഞങ്ങൾക്ക്. അപ്പോൾ അത് തേടി നടന്നാണ് ഞങ്ങൾ. ആക്ച്വലി ഞങ്ങൾ കാണുന്ന മരത്തുമ്മയൊക്കെ കയറി കുറച്ച് കൂടുകളൊക്കെ നോക്കി, പക്ഷെ അതിനകത്തൊന്നും ഒന്നും കണ്ടില്ല. അപ്പോൾ ഞങ്ങളത് വിഷമിച്ച് ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മുടെ കുഞ്ഞനെ കണ്ടത്. എന്ത് ചെയ്ത് ഒന്നും നോക്കിയില്ല, കുഞ്ഞനെ പിടിച്ചൊരു പാട്ട് അങ്ങോട്ട് പഠിപ്പിച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ആ ബെല്ലൈക്കനും കൂടി നിൽക്കണം, പിന്നെ ഷെയർ ചെയ്യണം. പിന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റുകളാണ് ഞങ്ങൾക്ക് കേൾക്കേണ്ടത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. മൽമാവിൻ്റെ ഉണ്ടാക്കി കഴിടാം മുതലേനി കിളി കൂട്ടാ പുലിയുടെ വായിലെ പല്ലെണ്ണി നോക്കാം. ടെസ്റ്റർ കുഞ്ഞപ്പ കല്ലുണ്ടോ കവിയ ചൊല്ലിയ കല്ല് അത് ഞങ്ങൾ ഉണ്ടോന്ന് നോക്കുമ്പോ നിന്റെ ഒടുക്കത്തെ വേലി. ജോമോനെ എനിക്ക് കോൺഫിഡൻസ് പോരട്ടാ, എന്നെ കൊണ്ട് പറ്റുമോ നമ്മളുടെ. ഇതെന്ത് വാങ്ങാത്തൊരു തരം സൈസ് ഓർക്കേണ്ടി വരുമല്ലോ. എടാ ജോമോനെ നിന്റെ തളപ്പ് നേരാ. എനിക്ക് ചെറുതായിട്ട് പേടിയില്ലായില്ലടാ. ഓ നല്ല ഹൈറ്റ് ഉണ്ടോ, നല്ല ഹൈറ്റാണ്, ഹൈറ്റ് ഉണ്ട്. ചിപ്സ് ചേട്ടൻ. ഓ പശി കക്കി കൂടെ ഇവിടെ കൂട്ടിനെത്തി കുഞ്ഞുണ്ട്. ഓ ഇത്രയും ഹൈറ്റിലാണ് കാക്ക കൂടുകൂട്ടിയാണ്, നല്ലേ ഹൈറ്റിലാണ് കാക്കക്കൂട്. ഇതിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഫ്രണ്ട്സ്. യെസ്, അങ്ങനെ നമ്മൾ കാക്കക്കൂടിൻ്റെ ഏകദേശം കാക്കക്കൂടിൻ്റെ അടുത്തെത്തി ഫ്രണ്ട്സ്. കുട്ടി ഉണ്ടോയെന്ന് അറിയില്ല കാക്കക്കൂട്ടി. എന്തായാലും കാക്കകൾ കണ്ടിട്ടില്ല, കാക്കകൾ കണ്ടിരുന്നെങ്കിൽ പണി പാളിയന. ഫ്രണ്ട്സ് ഇത് വളരെ ഹൈറ്റിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്, നോക്കിയാൽ കാണാൻ പറ്റും. വീവിച്ചനെയൊക്കെ ഒരു ചെറിയൊരു ഇതായിട്ട് മാത്രം കാണാൻ പറ്റുള്ളൂ. ഇതേ നമ്മുടെ ഫ്രണ്ട്സ് ജെയ്സനൊക്കെ ഇവിടെ നടപ്പുണ്ട്, ആരും അങ്ങോട്ട് കാണാൻ പറ്റില്ല. അത്രയും ഹൈറ്റിലാണ് നമ്മളിപ്പോൾ. തെങ്ങ് പോലും നമ്മുടെ താഴത്താണ്. ഇതേ കാക്കക്കൂട് എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. കാക്കക്കൂട് മരത്തിന് അത്ര സ്ട്രോങ് പോരാ, അതുകൊണ്ട് തന്നെ നമ്മൾ ഇരിക്കുന്ന സ്ഥലം കണ്ടോ, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് നമ്മൾ ഇരിക്കുന്നത്. എല്ലാവർക്കും കാക്കക്കൂട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. കൊമ്പിനാണെങ്കിൽ അത്ര സ്ട്രോങ് അല്ല, കാക്കക്കൂട് അതാണ്. ഫ്രണ്ട്സ് കാക്കകൾ വന്നു തുടങ്ങി, പണി പാളുന്നുണ്ട്. കക്ക നമ്മൾ സ്കെച്ച് ചെയ്താൽ പണി പാളി. ഈ കാക്കക്കൂട്ടിൽ എന്തായാലും കുഞ്ഞില്ല എന്നുള്ളൊരു ഉറപ്പാണ്. ഫ്രണ്ട്സ് കാക്കകൾ അറിഞ്ഞു തുടങ്ങി,
കാക്കകൾ ഇത് വളഞ്ഞു തുടങ്ങി നമ്മളെ. ഇതാണ് കാക്കക്കൂട്. മാക്സിമം ഞാൻ അടുത്ത് വെച്ച് എല്ലാവർക്കും കാക്കക്കൂട് കാണിച്ചു തരാം. നമ്മുടെ കാക്കക്കൂട് എന്തായാലും നമുക്ക് അടുത്ത കാക്കക്കൂട് ഇതിനും ക്ലോസ് ആയിട്ട് കാണാൻ പറ്റുമോ നോക്കാം. നമുക്ക് അടുത്ത കാക്കക്കൂടിലേക്ക് പോവാം. ഫ്രണ്ട്സ്, നമ്മൾ നിൽക്കണ മരമൊക്കെ ആടിക്കൊണ്ടിരിക്കുന്നതാണ്, എല്ലാവർക്കും ശ്രദ്ധിക്കാൻ പറ്റും. അയ്യോ, അങ്ങനെ നമ്മൾ ഭൂമിയിലെത്തി. ആ പോട്ടെ, പെട്ടെന്ന് ഓടിയോ? അപ്പൊ ഇപ്പുറത്തല്ലേ കയറണ്ടേ? സോറി ഗൈസ്, സ്ഥലം മാറിപ്പോയി. ഗൈസ്, നമുക്കൊരു കൂട് കാണാൻ പറ്റുന്നുണ്ട്. ഈ കൂടിൻ്റെ ഉള്ളിൽ ഇത് ഞങ്ങൾ താഴ്ച തന്നെ കണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്നും കാണാൻ പറ്റണില്ല, ഒന്നുമില്ലെന്ന് എനിക്ക് തോന്നണേ. ഗൈസ്, തൊട്ടപ്പുറത്തെ മാവിൽ ജോമനുണ്ട്. അപ്പോൾ അവൻ്റെ അടുത്ത് അണ്ണാൻകൂടുണ്ടെന്നാണ് പറയണത്. അപ്പം നമുക്ക് ക്യാമറ അങ്ങോട്ടൊന്ന് കൊണ്ടുപോയി നോക്കാം. എന്നാടാ ജോമനെ, ഓക്കെ ഫ്രണ്ട്സ്, നെക്സ്റ്റ് അണ്ണാൻകൂട് ഇതാണ്. ഇനിയുണ്ടോ എന്ന് എനിക്കറിയില്ല, നമുക്ക് എന്തായാലും നോക്കാം. എൻ്റെ അമ്മ, വിവിചല്ലാൻ്റെത് മര്യാദക്ക് പറ. സഹൃദയരെ, കുഞ്ഞിന്റെ എളിയൊരു സോങ്. ഓക്കെ. ചലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലിക്കാരി മീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടേരി മെല്ലെ പിടക്കണ മീനാണേ. മീനും കൊണ്ടഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. മീനും കൊണ്ടഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. നേരം പോയി മീനുഞ്ചിനെ അനത്ത കച്ചവടം വെള്ളത്തിലായി. നേരം പോയി മീനുഞ്ചിനെ അനത്ത കച്ചവടം വെള്ളത്തിലായി. പെണ്ണെ ചേരിക്കണ്ട് കണ്ടന്റെ കച്ചവടം പോയല്ലോ കാശും പോയി. പെണ്ണെ ചേരിക്കണ്ട് കണ്ടന്റെ കച്ചവടം പോയല്ലോ കാശും പോയി. ചന്ദന ചോറുള്ള പെണ്ണ് ചതിക്കണ കാര്യം നേരാണ്. ചന്ദന ചോപ്പുള്ള പെണ്ണ് ചതിക്കണ കാര്യം നേരാണ്. ചലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലിക്കാരി മീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടലി നെവിള പിടക്കണ മീന.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ദിസ് ഇസ് മീ വിവേക് ജോൺ വിത്ത് മൈ ബെസ്റ്റ് ഫ്രണ്ട് ജോമോൻ സൈനിങ് ഓഫ്. ടാറ്റാ.